സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും ഉപഭോഗവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലെത്തുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലഹരി ഉപയോഗവും വിതരണവും വ്യാപകമാകുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈമറി ക്ലാസ് മുതൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട് എന്നതാണ് അനുഭവം. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി പോലീസ് 2024 27,578 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 45 കോടി രൂപ വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. 2025 മാർച്ച് 31 വരെ 12,760 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 12 കോടിയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ്. 2025 മാർച്ച് മാസത്തിൽ മാത്രം ആകെ 7 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. മറ്റ് സേനകളുമായി ചേർന്നതുൾപ്പെടെ 13,639 റെയ്ഡുകൾ നടത്തി. മയക്കുമരുന്ന് കേസിൽ 1,316 പേരെ അറസ്റ്റ് ചെയ്തു. ഒളിവിലിരുന്ന 86 പ്രതികളെയും പിടികൂടാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപഭോഗവും വ്യാപനവും തടയുന്നതിനൊപ്പം കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചുവരുന്ന അക്രമോത്സുകതയെ ശാസ്ത്രീയമായി അഭിമുഖീകരിക്കുന്നതിനും വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ഈ ഉദ്ദേശത്തോടെ 2025 മാർച്ച് 24, ഏപ്രിൽ 9 തീയതികളിലായി ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്.